ഹായ് ഫ്രണ്ട്സ്, വീണ്ടും പുതിയൊരു വീഡിയോ ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ സോപ്പൊന്നുമല്ല കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗോതമ്പ് മാവ് ശർക്കരയും വെച്ചൊരു അടിപൊളി ഉണ്ണിയപ്പമാണ്. കണ്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പമാണ്. നമ്മൾ അരിയൊക്കെ വെള്ളത്തിലിട്ട് അരച്ച് പഴമൊക്കെ അതിൽ കുഴച്ച് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തയ്യാറാക്കി വളരെ ടേസ്റ്റിയായി കഴിക്കാൻ പറ്റിയ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഗോതമ്പ് മാവും കൊണ്ടൊരു ഉണ്ണിയപ്പമാണ്. അപ്പോൾ അതിന് ആവശ്യമായ ഗോതമ്പ് മാവ് ഞാൻ ഈ ഒരു പാത്രത്തിൽ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഈ പാത്രത്തിലേക്ക് ഞാൻ കൊട്ടിക്കൊടുക്കുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടൊരു ഉണ്ണിയപ്പമാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായി പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 സ്പൂൺ നമ്മുടെ നൂലപ്പത്തിൻ്റെ അരിപ്പൊടി ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ നിറയെ നല്ലപോലെ നിറച്ച് അതിൽ 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ബേക്കിംഗ് സോഡയാണ്. ഒരു 1/4 സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്, അതുകൂടെ ആയിരിക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 സ്പൂൺ നമ്മൾ ഏലക്കാപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ രീതിയാണ്. 4 മണിക്കൊക്കെ ചായ വയ്ക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുൻപായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയുമാണ്. ഇത് ഞാനൊന്ന് മിക്സ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ അടുത്തതായി ചെയ്യേണ്ടത് നമ്മുടെ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഗോതമ്പ് മാവിന് ഞാൻ 6 ശർക്കരയാണ് പൊടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതൊന്ന് ഈ വാഴപ്പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 2.5 സ്പൂൺ 2.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൂടി ഒന്ന് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഗ്യാസിൽ വെച്ച് നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ വെല്ലം പാവ് കാച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെല്ലം എന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാർക്കും അറിയണമെന്നില്ല. അതായത് ശർക്കര പാനി നമ്മുടെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസൊന്ന് ഓഫാക്കാം. നമ്മുടെ ശർക്കര പാനി നമുക്കൊന്ന് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളത്തിലൊക്കെ പൊടിയോ ചെറിയ ചെറിയ കല്ലുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എല്ലാ വെള്ളത്തിലും ഇല്ല, ചിലതിലൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഞാൻ അതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. കണ്ടോ, ഇതിൻ്റെ അടിഭാഗം നോക്കിയേക്കാം. ശർക്കരപ്പാനി ഉണ്ടാക്കിയ പാത്രത്തേക്കുണ്ടോ, ഭയങ്കര പൊടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതൊന്ന് അരിച്ചെടുക്കുന്നത്. അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗോതമ്പ് മാവിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഫുള്ളായിട്ട് ഒറ്റയടിക്കാൻ കൊണ്ട് ഒഴിക്കില്ല. നമ്മുടെ ചിലപ്പോൾ ഗോതമ്പ് മാവ് അങ്ങനെ ലൂസായി പോകും. അപ്പോൾ കുറച്ചായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു പരുവം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ രീതിയിൽ വേണം നമുക്ക് ഇതൊന്ന് ഒഴിച്ചിട്ട് എടുക്കാൻ. അപ്പോൾ നമുക്ക് ഈ പാനി ഉണ്ടാക്കിയത് പോരാ എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പച്ചവെള്ളമാണെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് ഒഴിച്ചപ്പോൾ ഇത്രയാണ് ആയിക്കിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചവെള്ളം ആണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നല്ല രീതിയിലൊന്ന് ഇളക്കി കറക്റ്റ് പരുവത്തിനാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഗോതമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വെല്ലം പാവ് കാച്ചത്, അതായത് ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ആ ശർക്കര പാനി ഒഴിച്ച് നമുക്ക് കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കും. ഞാനിപ്പോൾ 2 സ്പൂൺ വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ അടുത്തതായി ചെയ്യാൻ പോകുന്നത് നമ്മുടെ തേങ്ങാക്കൊത്താണ്. ഒരു മുടി തേങ്ങാക്കൊത്താണ് ഞാൻ വളരെ കുനൂനാന്ന് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് നെയ്യിലിട്ടൊന്ന് നല്ല ബ്രൗൺ കളറാക്കി എടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ നെയ്യില്ല, അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ബ്രൗൺ കളറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് നമ്മുടെ പാത്രം ഗ്യാസിലൊന്ന് വെച്ചിട്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഗ്യാസിൽ ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ നെയ്യ് ഇട്ടിട്ട് അതിലേക്ക് നമ്മുടെ തേങ്ങാക്കൊത്തൊന്ന് ഇട്ട് നല്ല പോലെ ബ്രൗൺ ആക്കി എടുക്കേണ്ടതാണ്. പക്ഷേ നെയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് കുഴപ്പമൊന്നുമില്ല. നമ്മൾ പെട്ടെന്ന് വളരെ ഈസിയായി സിമ്പിളായി ചെയ്തെടുക്കുന്ന ഒരു പരിപാടിയാണല്ലോ. അപ്പോൾ അതിത്തിരി വെണ്ണയിലായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റ് വലിയ വ്യത്യാസമൊന്നും വരില്ല കേട്ടോ. പക്ഷേ നെയ്യാകുമ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ആ ഒരു മണവും ഗുണമൊക്കെ കിട്ടുക. പക്ഷേ നെയ്യില്ലാത്തത് കൊണ്ട് ഇനിയിപ്പോൾ അതിനായിട്ട് ഞാൻ കടയിൽ പോകണ്ടല്ലോ എന്ന് വെച്ചിട്ട് വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ 6 ശർക്കര 1 കപ്പ് ഗോതമ്പ് മാവ് എന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ വീട്ടിൽ എത്ര ആളുണ്ടോ അതിനനുസരിച്ച് നമുക്ക് കഴിക്കാനായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കൂടുതലും കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്ക് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഇളക്കിയിട്ട് നമുക്ക് ബ്രൗൺ കളറാകുന്നതിന് ഇറക്കി കൊടുക്കാം.
നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് നമുക്ക് കോരിയെടുക്കാം. തേങ്ങാക്കൊത്ത് മാത്രമല്ല, നമുക്ക് പൊട്ടുകടലയോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് അണ്ടിപ്പരിപ്പോ മുന്തിരിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. എന്താ വെച്ചാൽ അത്രയും ടേസ്റ്റ് നമുക്ക് കൂടുതലായിരിക്കുന്നു മാത്രം. ഇതിപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് വെച്ചൊക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് മാത്രം. അപ്പോൾ ആ തേങ്ങാക്കൊത്തുകളെല്ലാം വാരിയെടുക്കുന്നുണ്ട്. നമ്മുടെ ഗോതമ്പ് മാവിലേക്ക് നമ്മുടെ തേങ്ങാക്കൊത്ത് ബ്രൗൺ കളറാക്കി എടുത്ത തേങ്ങാക്കൊത്ത് ഞാൻ അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കി ഇങ്ങനെ ചൂടോടെ കഴിക്കുമ്പോൾ ആ ഓരോ തേങ്ങാക്കൊത്തും വളരെ ടേസ്റ്റിയായി നമുക്ക് കടിക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ കൂടെ കുറച്ച് പൊട്ടുകടലയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിറയെ തേങ്ങാക്കൊത്തിട്ട് അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഉടൻ തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ഞാനപ്പോൾ ഉണ്ണിയപ്പക്കല്ല് നമ്മുടെ ഗ്യാസിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്ന് എണ്ണ ഒഴിക്കുക. അതിലേക്ക് ഇത് ഓരോന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ഉണ്ണിയപ്പക്കല്ല് ഗ്യാസിൽ വെച്ച് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് എല്ലാ കുഴിയിലേക്കും കുറച്ച് എണ്ണ, കുറച്ച് മതി, എല്ലായിട്ടും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അത് നല്ലപോലെ ചൂടായി വരുമ്പോൾ നമ്മുടെ മാവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ചൂടായി വരട്ടെ. എണ്ണയൊക്കെ നല്ലപോലെ ചൂടായി ഇരിക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ മാവ് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നിറയൊന്നും വേണ്ട, നിറയെ വേണ്ടാവർക്ക് നിറയെ ഞാൻ തന്നെ ഒഴിച്ചോട്ടെ. അപ്പോൾ എല്ലായിട്ടും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത മാവിൻ്റെ ഉണ്ണിയപ്പത്തിൻ്റെ അടിഭാഗം ഒന്ന് ബ്രൗൺ കളറാകുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് 2 മിനിറ്റ് ഇരിക്കട്ടെ. അതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നമ്മുടെ ഉണ്ണിയപ്പം ഒന്ന് 2 മിനിറ്റായിട്ട് നമ്മൾ ഒഴിച്ചിട്ട്, അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ അടിഭാഗമൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ആ ഭാഗവും കൂടി ഒന്ന് ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് എടുക്കാവുന്നതാണ്. അടിപൊളിയായി നമ്മുടെ കറക്റ്റ് നമ്മൾ സാധാ അരിമാവും കൊണ്ട് ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് നമുക്ക് ഈ ഉണ്ണിയപ്പം കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങ് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതാണത്. നല്ല ടേസ്റ്റ് വേണം. അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് കുറേ നേരം ആവുന്നേ ഉള്ളൂ. നമ്മൾ വീഡിയോ ഒന്നും എടുക്കാതെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കുറേ പേര് വീഡിയോയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു, പലവരുടെ വീഡിയോയിലും 2 മിനിറ്റ് വീഡിയോ അല്ല 2 മിനിറ്റ് തയ്യാറാക്കാം എന്ന് പറഞ്ഞിട്ട് 10 മിനിറ്റായാലും ഞങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങിയിട്ട് എന്താണ് കഴിയാത്തത് എന്ന്. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ സംസാരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാടായി തോന്നുന്നത്. ഇത് ഉണ്ടാക്കുന്ന ടൈം ഒരുപാടായി തോന്നുന്നത്. നമുക്കിത് ഉണ്ടാക്കാനായിട്ട് അത്രയൊന്നും ടൈമില്ല. ഒരു 2-3 മിനിറ്റൊക്കെ മതി. പെട്ടെന്ന് തയ്യാറാക്കി കഴിഞ്ഞാൽ വേഗം റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു 2 മിനിറ്റ് കൂടി ഇരിക്കട്ടെ. ആ ഭാഗം കൂടി ബ്രൗൺ ആയതിനു ശേഷം നമുക്കൊന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വേറെ വശവും കൂടി നല്ല ബ്രൗണായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ഇതിലേക്ക് എടുത്തിടാം. അപ്പോൾ എണ്ണ നമുക്ക് കുറച്ചൊന്ന് എണ്ണ പോലും വെടിഞ്ഞ് കിട്ടും. അപ്പോൾ അടിപൊളി ഉണ്ണിയപ്പമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. അരി അരച്ച് പഴം കൊണ്ടുവന്ന് അതിൽ കുഴച്ചതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. 4 മണി ചായക്ക് ഒരു ഗ്യാസിൽ വെള്ളം വെച്ച് ഇത് പെട്ടെന്നൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കി അടിപൊളിയായിട്ടാ ഉണ്ണിയപ്പം. സൂപ്പർ ഉണ്ണിയപ്പം. നമുക്ക് നെക്സ്റ്റ് ഒന്നും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ എല്ലാം ഞാൻ ഉണ്ടാക്കിയതിന് ശേഷം ഇത് കാണിച്ചു തരാം കേട്ടോ. ഇതെല്ലാം കഴിയുന്നവരെ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നാൽ നിങ്ങളെൻ്റെ വീഡിയോ കാണാതെ വേഗം സ്കിപ്പ് ചെയ്തിട്ട് ഓടും. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ഉണ്ടാക്കിയതിന് ശേഷം അപ്പോൾ നമ്മുടെ ഗോതമ്പ് മാവും ശർക്കരയും കൊണ്ട് ഉണ്ടാക്കിയ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി നല്ല ടേസ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ സോഫ്റ്റായി ഉണ്ണിയപ്പം കേട്ടോ. അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഓരോ തേങ്ങക്കൊത്തും കൂടി ഉണ്ട്. സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഉണ്ണിയപ്പമാണ്. നമ്മുടെ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്ക് നമുക്ക് അരിയൊന്നും അരച്ച് ബുദ്ധിമുട്ടി കഷ്ടപ്പെടേണ്ട കാര്യമില്ല. വേഗം ഒരു കപ്പ് ഗോതമ്പ് മാവ് എടുക്കുക, 4 ശർക്കര എടുക്കുക, അതിലേക്ക് ഒഴിച്ചാൽ മതി. എന്നിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കി ടേസ്റ്റിയായി കഴിക്കാൻ പറ്റിയൊരു ഉണ്ണിയപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.